എന്തൊരു മഴയെന്ന് ഒന്നുകൊണ്ട് ചോർന്നിട്ടുള്ളൂ. ആ എന്തൊക്കാ അങ്ങാടിക്ക് പോവാണ്. നിങ്ങൾ വരുമ്പോളേ കുറച്ച് തക്കാളി പച്ചമുളകൊക്കെ കൊണ്ടുവരോ, കറി വെക്കാനൊന്നുമില്ല. ഉള്ളതാണ്ട് വെച്ചുണ്ടാക്കി തിന്നാ മതി. എന്നും ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി കൂട്ടുകയല്ലേ. എന്താ ഇപ്പൊ എന്റെ ഹാലി? എന്തിനാ ഇപ്പൊ ഇങ്ങനെ പിശുക്കി ഉണ്ടാക്കുന്നത്? ആ കാലത്ത് നമ്മളെ മക്കൾക്ക് നമുക്ക് തിന്നാൻ കൊടുക്കണ്ടേ? നിങ്ങൾ എന്താ ഇക്ക ഇങ്ങനെ? ഓലിപ്പൊ തിന്നാനും കുടിക്കാനും ഇല്ലാതൊന്നല്ലല്ലോ നടക്കണത്. ഉള്ളത് തിന്ന് ജീവിച്ചാ മതി. ഞാനൊക്കെ അങ്ങനെ തന്നെയാണ്. ഇന്നും ഇങ്ങനെ വിളിച്ച് സൗകര്യം കെടുത്താൻ നിക്കണ്ട. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. എന്തൊരു മനുഷ്യനാണ്. ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ട് അതിന് പൂജ തീർന്നിട്ടില്ലനാവോ. സ്വന്തം പെറ്റ തള്ളനെ വരെ ഒഴിവാക്കിക്കുന്ന പൈസക്കും വേണ്ടിയിട്ട്. അതിന് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹോസ്പിറ്റൽ കേസും മരുന്നൊക്കെ ആയിട്ട് നല്ല പൈസ ചെലവാകുമല്ലോ. അത് വിചാരിച്ചിട്ടാ. അത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ മകനെ വളർത്തിണ്ടാക്കിയത്. ഇപ്പൊ മരിച്ചിട്ട് ഓരോ പേരേക്ക് ജോലിക്ക് പോയിട്ട് ആ പാവം പൈസ ഉണ്ടാക്കിയത് കിട്ടും. മകൻ പഠിച്ച് പൈസ ആയപ്പോ ഉമ്മാനെ എല്ലാം അവിടെ തന്നെ തട്ടി. പാവം പൊളിഞ്ഞടാരായ ഒരു പേരന്റെ ഉള്ളിലാ നിൽക്കുന്നത്. ഇന്നലത്തെ കാറ്റിനും മഴക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കാണാവും, ഒന്നും അറിയില്ല. ഒന്ന് വിളിക്കാൻ പോലും സമ്മതിക്കൂല. പാവം കുറച്ചതിനെ കാത്താ മതി. സാജിയ സാജിയ ഉണ്ടണാവോ ഇവിടെ? ഉണ്ടെന്നുണ്ടെങ്കില് എന്തൊക്കെ എന്നെ പറയണോ? ഉമ്മാന്റെ സൗണ്ടിന്റെ പോലെ ഉണ്ടല്ലോ. ആ ഉമ്മ എന്തെങ്കിലും അവിടെ തന്നെ നിക്കണേ? ഇരിക്കേ. അല്ല നിങ്ങൾ എങ്ങനെ വന്നത്? നല്ല മഴയൊന്നുമില്ല കുറച്ചു മുന്നേ. ഞാൻ ബസ്സിന് പോന്നടി. ബസ്സിൽ വരുമ്പോ നല്ല മഴ തന്നെയായിരുന്നു. പിന്നെ ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് മഴ മാറോളം അവിടെ ഇരുന്ന് പിന്നെ അവിടുന്ന് ഇവിടെ നടന്നു പോന്ന്. അതെ, നിങ്ങൾക്കൊരു വണ്ടി വിളിച്ചിട്ട് പോന്നൂടായിരുന്നില്ലമ്മ? ഞാൻ കൊടുത്തിരുന്നല്ലോ പൈസ. അതിന് ഉമ്മാന്റെ കുട്ടിയുടെ അടുത്ത് വിടുന്ന പൈസ ഓൻ തന്നിട്ട് വേണ്ടേ? പിന്നെ അഥവാ എന്റെ അടുത്തുള്ളത് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ഓൻ ചോദിക്കൂല ആ പൈസ എവിടെയെന്നുള്ളത്. ഇമ്മാക്ക് തന്നൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതേ ഇക്കാരം. നിങ്ങൾ ഇരിക്കുമ്മ. ആ എന്തൊക്കെ അമ്മ വർത്താനൊക്കെ? സുഖല്ലേ? ആ മക സുഖാണ്, കൊഴപ്പൊന്നുമില്ല. അല്ല എന്താ എന്റെ പാട്? കൊഴപ്പൊന്നുമില്ലല്ലോ? ആ അമ്മ കൊഴപ്പൊന്നുമില്ല, ഇങ്ങനൊക്കെ പോണ്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളെ മോന്റെ സ്വഭാവമൊക്കെ. അപ്പൊ മനസ്സിലാക്കിക്കൂടെ എത്ര സുഖണ്ട് എന്നൊക്കെ. മോന്റെ കുട്ടികളൊന്നും കാര്യാക്കണ്ട. ഓ എന്തെങ്കിലൊക്കെ നന്നാവും. എന്തായാലും ഇന്നെ കാട്ടണ പോലൊന്നും ഓൻ അന്നെ ചെയ്യൂല. ഓനക്ക് അന്നെ വാണ്ടി വരും. ഹലോ ഇല്ല ഇവിടെ? ഓനെ കണ്ടില്ല ഞാന്. ഇല്ല, ഓല് ഇവിടെ ഇല്ല. ഓല അങ്ങാടിക്ക് പോയതാ. ചെലപ്പം കുറച്ച് കഴിയുമ്പോത്തിന് വരുണ്ടാവും. ആ എന്തായാലും ഓനെ കണ്ടിട്ട് വേണം ഉമ്മാക്ക് പോവാന്. കാണാതെ ഉമ്മ പോണില്ല. ഓല് വന്നിട്ട് പോവമ്മ. പേടിയാണ് ഉമ്മാൻ എന്തെങ്കിലും പറയോന്നുള്ള. ഒന്നുമില്ലായിരിക്കട്ടെ. സ്വന്തം ഉമ്മാനെ ഇങ്ങനെ പോലെ ഒഴിവാക്കണം. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. ഇക്കാണെന്നുണ്ടെങ്കിൽ പോവാനും വേറൊരു സ്ഥലവും കൂടി ഇല്ല. ആ അവസരം മുതലാക്കിയിട്ടാ ഓല് ഇന്നൊറ്റ പെരുമാറുന്നത്. സാരില്ല, ഒക്കെ സഹിക്കാന്നല്ലാതെ. രണ്ടു കുട്ടികളെ വിചാരിച്ചിട്ടാ ഞാനും നിന്ന് പോണത്. അല്ലെങ്കിലൊക്കെ എന്നോ ഇട്ടെറിഞ്ഞ് ഞാൻ പോണ്ടതാണ്.
അല്ലമ്മ, ഇപ്പൊ ഡോക്ടറെ കാണിക്കലുണ്ടോ? നിങ്ങക്ക് ഹാർട്ടിന് പ്രശ്നമുള്ളതല്ലേ? മരുന്നിനൊക്കെ എന്താ ചെയ്യണത്? ഓലാണെന്നുണ്ടെങ്കിൽ ഒരു രൂപ പോലും നിങ്ങക്ക് തരുന്നില്ലല്ലോ. ആര് പോണു മോളെ ഹോസ്പിറ്റലിക്കൊക്കെ? ഞാൻ പോയ കാലം മറന്നിക്കണ്. ഉമ്മ ഇപ്പൊ പണിക്കൊന്നും പോകുന്നില്ലല്ലോ. ആരെങ്കിലൊക്കെ 5-10 ആയിട്ട് തരും. അതേറ്റ് ചെലവൊക്കെ അങ്ങനെ പോവും. ഇപ്പൊ ഹോസ്പിറ്റലിലേക്കും പോക്കില്ല. ഇപ്പൊ എനിക്ക് എന്ത് സംഭവിച്ചാൽ എന്താണ്? അധിക കാലൊന്നും ഉമ്മ ഉണ്ടാവൂല. എന്റെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്നീനുമ്മ. കാര്യം തരാനൊന്നുമില്ലല്ലോ. ഒരു ഉറുപ്പ്യ പോലും ഇക്കാന്റെ കൈ വിട്ടിട്ട് ഇങ്ങോട്ട് തരൂല. പെരേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുതരും. അഥവാ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടെങ്കിൽ ഓലെന്നെ അവിടെ കൊണ്ടുപോകും, ഓലെന്നെ പൈസ ചെലവാക്കും. ഒരു 10 ഉറുപ്പ്യ പോലും എന്റെ അടുത്തോല് തരലില്ല. എന്നാ ഞാനെങ്കിലും തന്നീനു. പിന്നെ അത് മാത്രല്ലേ, നല്ലതെന്തെങ്കിലും തിന്നിട്ടൊക്കെ കൊറേ ആയില്ലേ. ഇന്ന് ഈ കഞ്ഞി മാത്രമാണ് ഉമ്മ തിന്നുന്നത്. ഗുളിക മരുന്ന് കുടിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലൊക്കെ പള്ളേക്കാവണ്ടേ. അതൊന്നുമില്ല. ആ അയൽവാസിയത്തെ ഖദീജ, റുക്കിയ ആരെങ്കിലൊക്കെ എന്തെങ്കിലും കൂട്ടാൻ വെച്ചാൽ കൊടുന്നേരും. അത് എന്നൊന്നും പോലെ ആരും കൊടുന്നേരൂലല്ലോ. എപ്പോഴെങ്കിലൊക്കെ കൊടുന്നേരും നിക്ക്. അതെന്റെ അമ്മ പോണത്. ആക്കൊരു മകൻ ഉണ്ടായിങ്ങാണ്ട് അവന്റെ ജീവിതം ഇങ്ങനായില്ലേ. ഈ ഉമ്മാന്റെ ജീവൻ പോയാലേ ഓനെ അറിയുള്ളൂ ഉമ്മാന്റെ കാര്യങ്ങള്. ഒരാഴ്ച കഴിഞ്ഞാലൊക്കെ മരിച്ചു കഴിഞ്ഞ മണമൊക്കെ വരുമല്ലോ. നാട്ടുകാരെ അറിയിച്ചോളൂ ഓനെ ഉമ്മ മരിച്ചിക്കണു. അത്രയും എന്റെ കുട്ടീനെ കാണാൻ വരുള്ളൂ. കഴിഞ്ഞ മുന്നേ എന്റെ കുട്ടീനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് അമ്മ വേഗം വണ്ടി പിടിച്ച് വന്നത്. കൊറേ ദിവസമായിക്കണ് കാണണം കാണണം എന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിക്കും. വന്നു കഴിഞ്ഞാ ഇന്നെ ആട്ടിയാലോ എന്ന് പേടിച്ചിട്ട് അമ്മ വരാൻ. ഒരു പാട്ടിയാലും വേണ്ടില്ല, അവനെ കണ്ടിട്ട് അമ്മ പോണുള്ളൂ. എന്താ ചെയ്യമ്മ, ഈ കോല് പറഞ്ഞ പോലെയല്ലേ കേക്കാൻ പറ്റുള്ളൂ. അന്നാ രാത്രി അവിടുന്ന് ഉമ്മാനെ ഇട്ടെറിഞ്ഞു പോന്നിട്ട് ഇക്കുള്ള സങ്കടം പോലും ഇക്കാക്ക് ഉണ്ടായിരുന്നില്ല. സാരല്ല, ഒക്കെ ശരിയാവും ഉമ്മ. ഉമ്മ ഇവിടെ ഇരിക്കാൻ കുടിക്കാൻ എന്തേലും കൊടുന്നേരാം. ഉമ്മക്കൊന്നും വേണ്ട. എന്തിനാ മോന്റെ മുഖം കറുത്ത വെള്ളം ഉമ്മ കുടിച്ചത്? അതിനെന്താണ് ഉമ്മ, നിങ്ങളെ മോന്റെ പൈസക്കനല്ല ഇവിടെ സാധനം കൊണ്ടുവരാൻ. വൃത്തിയില്ലാത്ത മുതലൊന്നുമല്ല. ഓലങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലോ, നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടോ ഓലെ വളർത്തിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓലത് തോന്നുന്നു വെച്ചിട്ട് ഒന്നും വരൂല. ഞാൻ ചായ എന്തെങ്കിലുമൊക്കെ എടുക്കാം. ഇരിക്കേ, അപ്പൊ വരാം. നന്നായി വരട്ടെ എന്റെ കുട്ടികള്. ഐറ്റങ്ങൾക്ക് വേണ്ട ഒരു ഇരിക്കൂരൊക്കെ. ഈ ഉമ്മ ഇനി എത്ര ആരാപ്പൊ ഇങ്ങനെ ഞെളിഞ്ഞിങ്ങനെ ഇരിക്കണത് കസാലയില്? എന്താപ്പോ, എന്തിനാ അങ്ങോട്ട് കെട്ടിയെടുത്തത് തള്ളേ? നിങ്ങളോട് ആരെങ്ങോട്ട് വരാൻ പറഞ്ഞത്? ആരെങ്ങൾക്ക് പെര കാണിച്ചു തന്നത്? ഞാൻ കാണാൻ വേണ്ടിട്ട് വന്നതാണ്. എന്റെ കുട്ടീനെ കണ്ടിട്ടൊന്ന് വേഗം പോയിക്കോളാം. അതിന് കാണാൻ ഇവിടെ ആരും ഇരിക്കണ്? എന്ത് വിചാരിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് കേറി വന്നിക്കണേ? ഞാൻ നിങ്ങൾ അന്നേ ഒഴിവാക്കിയതാണ്. നാണല്ലേ നിങ്ങൾക്ക് എന്റെ പേരും പറഞ്ഞാണ് കേറി വരാന്? നിങ്ങൾക്ക് ആ ചെറ്റക്കുടിലെല്ലാം നിക്കേനു നല്ലത്. ഒരു പൊളിഞ്ഞാടാരായ ഒരു പെരയുണ്ട്, ഒരു തള്ളിയുണ്ട്, പക്ഷെ എടങ്ങറ 5 ആയി. എന്തൊക്കെ ഉമ്മനോട് ഈ പറയണത്? നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളെ സ്വഭാവം മാറ്റാറായിട്ടില്ലേ? ആരാടി തള്ളഞ്ചും വക്കാലത്തേറ്റ് വന്ന് നിക്കാന്? മര്യാദക്ക് ഇവിടുന്ന് ഇറങ്ങി പോവാനാ ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ നിക്കന്നെ വേണ്ടാന്ന്, ഇറങ്ങി പോവാനും ഇവിടുന്ന്. ഉണ്ടാതിരിക്ക്. ഇപ്പൊ ഇവിടെ വന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് പോയിക്കോളും. ഉമ്മ കാണാൻ വേണ്ടിട്ട് ഉമ്മ വന്നിരുന്നതാണ് ഇവിടെ. അതിന് ഞാൻ ഒരു തുള്ളി വെള്ളെങ്കിലും ഒന്ന് കൊടുക്കട്ടെ ഇക്ക. ഞാൻ അധ്വാനിച്ചു കൊടുന്നുണ്ടാക്കിയതാണ് ആ സാധനങ്ങളൊക്കെ. അതേറ്റ് ആ തള്ളക്ക് തിന്നാൻ കൊടുക്കരുത്.
ഇജി ഇന്ന് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. മോളെ എന്റെ കുട്ടി അവനോട് വർത്താനത്തിലൊന്നും നിക്കണ്ട. ഉമ്മ പോവാണ്. ഓനെ കണ്ടീലെ മതി. ഉമ്മ പോട്ടെ. നിങ്ങളിപ്പൊ പോണ്ടമ്മ. എന്തെങ്കിലും കുടിച്ചിട്ട് പോവിങ്ങൾ. ഉമ്മ ഇങ്ങനെ നോക്കി ഉണ്ടാക്കിയതാന്നറിയോ ഓനെ. കണ്ണി കണ്ട പെരയിലൊക്കെ അമ്മ പണി കിട്ടുക. ഓനമ്മ പഠിപ്പിച്ച് വലിയ ആളാക്കി. ഓർക്ക് വേണ്ട. പോവാണ്. ഇനി ഇങ്ങോട്ട് വരില്ല. മനെ കാണാൻ ഞാണ്ട് വരുള്ളൂ. പോട്ട കൂട്ടുകാരുടെ കണ്ണ് നിറച്ച് കാണാൻ വേണ്ടിട്ട് അമ്മ അങ്ങോട്ട് പോന്ന്. ഉമ്മാനെ കുട്ടി കാണൂല്ലതൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് വന്നതാണ്. നമുക്കിഷ്ടല്ലെങ്കിൽ ഉമ്മ പോവാണ്. പോവാട്ടാ. എന്ത് ദുഷ്ട മനസ്സാണ് നിങ്ങളെടുത്ത്. ഒന്നിനും നിങ്ങൾ പെറ്റ തള്ളല്ല നീച്ചു പോയത്. അത് ആ മഴയൊക്കെ കൊണ്ടിട്ട് നിങ്ങളെ കാണാൻ വന്നത്. പാവല്ലേ അത്. സ്വന്തം മകനൊന്ന് കാണാൻ വേണ്ടിട്ട് അത്രയും ദൂരം നടന്നു വന്നത്. അത്രയും ദയ പോലും നിങ്ങൾക്കില്ലല്ലോ. അത് എന്ത് തെറ്റങ്ങോട് ചെയ്തത്. ഇത്രയും കാലം ഞാൻ ഒന്നും മിണ്ടാതെന്നോട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട. എനിക്ക് പറയണം അമ്മ എന്ത് തെറ്റ ചെയ്തെന്നുള്ളത്. എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടിട്ടില്ല ആ തള്ള ചെറ്റക്കുടിയിൽ നിക്കണത്. അത് അവിടെ അല്ലാതെ പിന്നെ വേറെ എവിടെ നിക്ക? നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവോ അമ്മാനെ? ഇല്ലല്ലോ. പിന്നെ എങ്ങോട്ട് അത് പോവാ പാവം? ആ ചെറ്റക്കുടിയിൽ നിങ്ങൾ മാലക്കരക്കാരൻ. നീ നല്ല വീട്ടിൽ കൊടുത്ത് നിർത്തി നിങ്ങളമ്മാനെ. അതിനെ നിർത്താൻ എവിടൊക്കെ സ്ഥലങ്ങളുണ്ട്. വൃദ്ധസദനല്ലേ, അവിടെ പോയി നിന്നോട്ടെ. നിങ്ങൾക്ക് ഇങ്ങനെ ഇക്കതിനൊക്കെ പറയാൻ തോന്നുന്നത്? കൊണ്ട് 2 മക്കൾ വളർന്നു വരുന്നേ. ആ മക്കൾ ഇങ്ങളും കൊണ്ടുപോയിടും വൃദ്ധസദനത്തില്. നോക്കിക്കോളുണ്ടു. പാവത്തിന് അസുഖമാണ് നിങ്ങൾക്ക് അറിയണല്ലേ. എത്ര കാലായി അതൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട്. അതിനൊരു മരുന്ന് നിങ്ങൾ കൊടുന്ന് ഓർക്കണ്ട. നോക്കിക്ക് അതിനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊന്നു തന്നെ ഞാൻ പറഞ്ഞുണ്ടാക്കും. കണ്ടോളുണ്ട്. അടച്ചോന്നും നിങ്ങളെ വെറുതെ വിടൂല. പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയ ഈ മുതലുണ്ടല്ലോ, അതൊക്കെ ഒരു നിമിഷം മതി ഇല്ലാതാവാന്. അത്രയും കണ്ണീര് അതിന്റെ ഇവിടെ വീണിട്ടുണ്ട്. ഒരു കാലത്ത് നിങ്ങളൊന്നും നന്നാവൂല. വെള്ളം കൂടി കുടിക്കാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. എന്ത് മനസ്സാണ് നിങ്ങളതൊക്കെ. ഇങ്ങളാണ് 2 മക്കളെ നോക്കി ഉണ്ടാക്കുന്നത്. ഫോൺ വിളിക്കുന്നത് ജമീൽ താത്താണല്ലോ. ജമീൽ താത്ത വന്നീന്നു. വന്നിട്ട് ഇപ്പൊ കുറച്ചേരായിട്ടുള്ളൂ പോയിട്ട്. എന്തെങ്ങൾ കണ്ടീന്നോ? എന്താണ് കാര്യം പറയ്. എന്തൊക്കെയാ നീ പറയുന്നത്? ഇപ്പൊ തന്നെ പോയിട്ടുള്ളുമ്മ. അപ്പൊ ഇതിന് എന്ത് സംഭവിക്കാനാ? എന്നിട്ടിപ്പോ എവിടെയാണ്? ഹോസ്പിറ്റലിലോ? ആയിക്കോട്ടെ, വരാം. ശരി. ഇക്ക 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 ഇമ്മ
പോണ വഴിക്ക് കുഴഞ്ഞു വീണിട്ട് ആരൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണത്ര. ഒന്ന് വേഗം വരി, നമുക്കൊന്ന് പോവാ. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണില്ലേ, ഇനിയിപ്പോ പോവൊന്നും വേണ്ട, പൈസക്ക് ചെലവാണ്. അയ്യോ വെയ്യാന്ന് അറിഞ്ഞിട്ട് പോലും നിങ്ങളെ മനസ്സിനൊരു മാറ്റില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ വളർത്തി ഇത്രയും വലുപ്പാക്കിയില്ല പാവം. നിങ്ങൾ വരണ്ട, ഞാൻ പോയിക്കോളാം. ഇക്ക വേണം അതിന്. കാരണം ഇക്ക ഉമ്മയും വാപ്പില്ലാത്ത വിഷമം നന്നായിട്ട് അറിയാം. അത് ഉണ്ടായിട്ടാ ഇങ്ങക്ക്. കണ്ണില്ലാതാവുമ്പോഴേ കണ്ണിന്റെ വില മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. ഞാൻ പോയിക്കോളാം എന്റെ അടുത്തേക്ക്. നിങ്ങൾ വരണ്ട. ഇവിടെ തന്നെ നിന്നോളുണ്ട്, ഇങ്ങോട്ട് വരാൻ നിക്കണ്ട. നിങ്ങൾ ഈ പേര് പറഞ്ഞിട്ട് എത്ര കാലമായി എന്നെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കണത്. നിങ്ങൾക്ക് പൈസ മാത്രം മതി, നിങ്ങൾക്ക് വേറെ ആരും വേണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ മുതലും വേണ്ട, നിങ്ങളും വേണ്ട. ഞാൻ നിങ്ങളെ കൂടെ നിക്കണതേ ഒന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പാവത്തിന്റെ അവസ്ഥ തന്നെ നിൽക്കും. എന്നിട്ട് ഞാൻ നിങ്ങളെ സഹിച്ച് ജീവിക്കണം എന്താന്നറിയോ, ഇനി 2 മക്കളെ വിചാരിച്ചിട്ടാണ്. ഇനി എന്ത് വന്നാലും ഞാൻ ഇവിടെ നിക്കണില്ല. ഇന്ന് നിങ്ങളെ സ്വത്തും കെട്ടിപ്പിടിച്ചിട്ട് ഇവിടെ ഇരുന്നോളൂ. ഞാൻ പോവാണ് അതിന്റെ അടുത്തേക്ക്. അതിനെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു. ഇജൊന്ന് പോയി തരുവോ? പോവന്നെയാണ്. നോക്കിക്കോണ്ടു, നിങ്ങൾ ഈ പെരന്റെ ഉള്ളിൽ പുഴ അരിച്ചു കിടക്കൂ. സത്യ പറഞ്ഞത്, പെറ്റതാളെന്ന് ചവിട്ടി പുറത്താക്കിയ ഞങ്ങള് ഒരു കാലത്ത് നിങ്ങൾ ഗുണം പിടിക്കൂല.